ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നീലിമയുടെ പിരിയൊക്കെ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രുതി. അന്നേരം വേദനിപ്പിച്ചാണ് ചെയ്യുന്നത്. അയ്യോ വേദന എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് നീലിമ. അന്നേരം ശ്രുതിക്കാണ് ദേഷ്യം വന്നിട്ടാണ് ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പറയും മേഡം ശരിയായില്ല എന്നൊക്കെ ചോദിക്കും. ശരിയായി, എന്നാൽ ഫേഷ്യൽ ചെയ്തേക്കാൻ പറയും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ സമയം കളയുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് ശ്രുതി കയറി വരികയാണ്. ശ്രുതി വന്നിങ്ങനെ നീലിമയ്ക്കിട്ട് നോക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിൽ കൂടെ പോവുകയാണ്. ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ, നീലിമ ഗർഭിണിയായിരുന്നെന്നും ആ കുഞ്ഞിനെ ഞാൻ വളർത്തുമെന്ന് പറഞ്ഞ കാര്യവും പിന്നെ കല്യാണത്തിൻ്റെ അന്ന് നീലിമ സ്ഥലം വിട്ട കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് ഉടനെ തന്നെ പറയുന്നുണ്ട് നീലിമ എത്രയും പെട്ടെന്ന് എൻ്റെ ഫേഷ്യൽ ചെയ്യാൻ. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. ശ്രുതിയെ കണ്ണാടി കണ്ടു കഴിയുമ്പോൾ ചാടി നിൽക്കുന്ന നീലിമ. എന്നിട്ട് ശ്രുതിയോ എന്ന് ചോദിക്കും. അതെ ഞാൻ തന്നെയാണെന്ന് പറയും. നീ അങ്ങ് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നല്ലേ, നീ എൻ്റെ കയ്യിൽ നിന്ന് എവിടെ പോകാനെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഉടനെ നീലിമ പറയും ഞാൻ പോയേക്ക്, എനിക്ക് ഫേഷ്യലൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. ഉടനെ ശ്രുതി പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തുക. നീ എവിടെ പോകാനാണ്, നീ ഇവിടെ ഇരിക്കടി എന്ന് പറയും. എന്ന് പറയും നിനക്ക് എന്ത് അറിയാം, നീ എന്തിനാ പിന്നെ ഈ കാര്യത്തിൽ ഇടപെടുന്നെന്ന് നീലിമ ചൂടാവുന്നുണ്ട് ശ്രുതിയോട്. എനിക്കെല്ലാം അറിയാം, നീ ഒരുത്തനെ സ്നേഹിച്ച് അവൻ്റെ കാശ് അടിച്ചു മാറ്റിയിട്ട് അവനെ കളിപ്പിച്ച് നാട് വിട്ടവളല്ലേടി എന്ന് ചോദിക്കും. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, നീ എന്തിനാ ഇതിനകത്ത് അഭിപ്രായം പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും ശ്രുതി പറയുന്നുണ്ട് ഇവക്ക് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്, കാരണം ഇവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും നീലിമയൊന്നും ഞെട്ടുന്നുണ്ട്. ഉടനെ ശ്രുതി പറയും നിന്നെപ്പോലെ ഒരു പിശാച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ മാലാഹയായതെന്ന് പറഞ്ഞ് ശ്രുതിയെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട്. നീ എന്നെ കളിപ്പിച്ചിട്ട് കൊണ്ടുപോയ 50 ലക്ഷം തരാൻ നീ ഇവിടുന്ന് പോകത്തില്ലെന്ന് ശ്രുതി പറയും. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, ഞാൻ എന്തായാലും ഇവിടുന്ന് പോയിരിക്കും, നിൻ്റെ കാശ് തരാനും പോകുന്നില്ലെന്ന് പറയും. അന്നേരത്തേന് ഉടനെ ശ്രുതി ചോദിക്കും മര്യാദയ്ക്ക് പൈസ വന്നിട്ട് പോകുന്നല്ലേ നല്ലതെന്ന്. അതെ, ഇവൻ എൻ്റെ കൂടെ 6 മാസം കഴിഞ്ഞതാണ്, ആ ചിലവിലേക്ക് ആ പൈസ അങ്ങ് തീർന്നെന്ന് അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന്. നിനക്ക് നാണമില്ലേടി ഇങ്ങനെ പറയാനായിട്ട്? ഒരുത്തൻ്റെ കൂടെ 6 മാസത്തോളം കഴിഞ്ഞ് അവൻ്റെ കൂടെ കഴിഞ്ഞതിൻ്റെ കാശായിട്ട് മേടിച്ചത് 50 ലക്ഷം എന്ന് പറയാൻ നിനക്ക് നാണമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നീലിമ അങ്ങ് വല്ലാതാകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരത്തേന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഇവിടുന്ന് എൻ്റെ 50 ലക്ഷം തരാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് ശ്രുതി നീലിമയുടെ കൊങ്ങായി കയറി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ശ്രുതി മാറ്റി പിടിപ്പിക്കും. എന്നിട്ട് പറയും ഇനി അങ്ങനെ പിടിക്കാതെന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ വിളിക്കാൻ പറയും. പോലീസിനെന്ന് പറയുമ്പോഴത്തേന് ഉടനെ നീലിമ അങ്ങ് വിരളുന്നുണ്ട്. പറയും പോലീസിനൊന്നും വിളിക്കണ്ട, എനിക്ക് നാളെ കാനഡയ്ക്ക് പോകാനുള്ളതെന്ന് പറയും. നീ നാളെ കാനഡയെന്നല്ല ഒരിടത്തും പോകത്തില്ലെന്ന് പറഞ്ഞ് ശ്രുതി ഉടനെ ഒരു കത്രിക എടുത്ത് നീലിമയുടെ നേരെ നീട്ടുന്നുണ്ട്. നീ ഇവിടുന്ന് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ പള്ളയ്ക്ക് ഇത് കയറ്റും, മര്യാദയ്ക്ക് അവിടെ ഇരിക്കടി എന്ന് പറയും. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി പോലീസിനെ വിളിക്കാൻ. ഉടനെ തന്നെ ശ്രുതി പോലീസിനെ വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേനും അങ്ങ് നീലിമ അങ്ങ് വരണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ രേവതി ഒരു കടയിൽ ഇരിക്കുകയായിരുന്നല്ലോ. അവിടെ ആ കൂട്ടുകാർ തിരിച്ച് വന്നിട്ട് രേവതിയെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം രേവതി തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേനുണ്ട് രേവതി വെച്ചിട്ട് പോയ ബൈക്ക് അവിടെ ഇല്ല. അന്നേരം എൻ്റെ വണ്ടി എവിടെ പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ പകച്ച് നോക്കുന്നുണ്ട്. എന്തിയെ കണ്ടില്ല, ഇനി ആരുടെ അടുത്ത് എങ്ങോട്ടേലും മാറ്റി വെച്ച് കാണുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ അവിടെ വഴി നിൽപ്പുണ്ട്. അയാളോട് എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ വരുന്നൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, അത് പോലീസ് എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് അയാൾ പറയും. പോലീസോ? അതെ, പോലീസ് എടുത്തുകൊണ്ട് പോയി. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെടുത്തുകൊണ്ട് പോകില്ലേ എന്ന് ചോദിക്കും. ഞാനത് കണ്ടില്ലായിരുന്നു പറയും. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ചോദിക്കാൻ പറയും. ആകെ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രേവതി. ഈ സമയം ശ്രുതി വിളിച്ചതനുസരിച്ച് പോലീസ് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നുണ്ട്. പോലീസിനെ കണ്ടു കഴിയുമ്പോഴത്തേന് ശ്രുതി ഉടനെ ആ കത്രികയൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേന് ഉടനെ നീലിമ പോലീസിനോട് പറയുന്നുണ്ട് സാർ ഞാൻ നിരപരാധിയാണ്, എന്നെ ഇവരിവിടെ പിടിച്ചു വെച്ച് കത്രികയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാശ് തട്ടാനുള്ള കാര്യമാണെന്നൊക്കെ പറയും. അപ്പോഴത്തേന് ശ്രുതി പറയും സാർ നീലിമ എന്ന് പറഞ്ഞൊരു കുട്ടി നേരത്തെ ശ്രുതിയുടെ അങ്ങനെ 50 ലക്ഷം തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞൊരു പരാതി തന്നിരുന്നില്ലേ, അവളായതെന്ന് പറയും. അങ്ങനെ നീലിമ പറയും ഇല്ല ഞാൻ അങ്ങനെയൊന്നും തട്ടിയിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇയാൾക്ക് കൊടുത്തിരുന്ന പൈസ തിരിച്ച് മേടിച്ചത് മാത്രമേ ഉള്ളെന്നൊക്കെ പറയും. സാർ അതൊന്നുമല്ല, ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റിയതെന്നൊക്കെ പറയുന്ന ഉടനെ നീലിമ പറയും സാർ എനിക്ക് ഒരു മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ് ഞാൻ, അപ്പോൾ ഞാനൊരു ലൈവ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം കുടുങ്ങുമെന്നൊക്കെ പറയും. സാറേ സാറിനെയും കൂടെ കൊടുക്കുമെന്നാണ് ഇവൾ പറഞ്ഞെന്നൊക്കെ പറയും. നിനക്ക് പോലീസിനെ ശരിക്കും അറിയത്തില്ലാണ്ടാ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ സ്റ്റേഷനിലോട്ട് വന്നു, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അവിടെ ആകുമ്പോൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം തെളിയിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അങ്ങോട്ട് വരണേക്കാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവാണ്. അപ്പോഴത്തേന് നീലിമ സാറേ എന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് ശ്രുതിയും പറയും വാ നമുക്കിവിടെ പോകാമെന്ന് പറഞ്ഞ് പുറകെ ചെല്ലുകയാണ്. ഈ സമയം രേവതി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അതേ ചെന്നൊക്കെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്, പൂവൊക്കെ ഉണ്ടോ. അന്നേരം ഒരു പോലീസുകാർ വിളിക്കും. അന്നേരം അങ്ങോട്ട് ചെന്നിട്ട് പറയും സാറേ എൻ്റെ പൂ വിൽക്കുന്ന വണ്ടി അത്, എനിക്ക് ആ വണ്ടി തിരിച്ചു വേണം, ഞാൻ അറിയാതെ അവിടെ വെച്ചിട്ട് പോയതാ, തിരിച്ചു വന്നപ്പോൾ കണ്ടില്ലെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ പറച്ചിൽ കേട്ടതൊന്നും ഞാനത് കട്ടുകൊണ്ട് വന്നതാണ്, അതൊന്നും അല്ലല്ലോ, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ച്
വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് SI വന്നിട്ട് അത് കിട്ടത്തുള്ളൂ പറയും. അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞ് രേവതി അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. രേവതി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പോലീസുകാരൻ വരുന്നു. രേവതി ചോദിക്കുന്നത് സാറേ SI വന്നു എന്ന്. SI വരുമ്പോൾ വിളിച്ചോളൂ എന്ന് പറയും. ഈ സമയത്ത് SIയുടെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അതിനകത്ത് സുധിയും ശ്രുതിയും നീലിമയും എല്ലാം ഉണ്ട് കേട്ടോ. ഇവർ വന്ന് കയറുമ്പോഴത്തേന് നീലിമ പറയുന്നുണ്ട്, സാർ ഞാൻ ഇന്നസെൻ്റ് ആണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരെന്നെ കുടുക്കിയതെന്നൊക്കെ. നീ ഇന്നസെൻ്റോ, നീ ഫ്രോഡാന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള വയളം വെക്കുമ്പോഴത്തേന് SI വഴക്ക് പറഞ്ഞിട്ട് പറയും, എല്ലാവരും അകത്തോട്ട് പോകാം, അല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ച് അകത്തിടുമെന്നൊക്കെ പറയും. ഇവരകത്തോട്ട് പോകുമ്പോഴത്തേന് ശ്രുതിയെ വിളിച്ച് മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്, നമ്മുടെ പൈസ കിട്ടുമെന്ന്. പിന്നെ നമ്മൾ ഇവിടുന്ന് ആ പൈസ മേടിക്കാതെ ഇവിടുന്ന് പോകത്തില്ലെന്നൊക്കെ പറയും. ആ സമയത്തൊക്കെ ആ ഒരു ഭിത്തിക്ക് അപ്പുറത്ത് തന്നെ രേവതി ഇരിപ്പുണ്ട് കേട്ടോ. രേവതി ഇവരുടെ സൗണ്ട് കേൾക്കുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. സ്റ്റേഷനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേന് ശ്രുതി ഫോണിൽ ചില ഡോക്യുമെൻറ്റ്സൊക്കെ SIയെ കാണിക്കുന്നുണ്ട്. നീലിമയും ശ്രുതിയും കൂടെ ജോയിൻ്റ് അക്കൗണ്ടിൽ കിടന്നിരുന്ന പൈസ നീലിമ സ്വന്തം അക്കൗണ്ടിലോട്ട് മാറ്റിയ ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറയും, സാർ അന്ന് തന്നെയാണ് ഇവിടുന്ന് നാട് വിട്ട് കാനഡയ്ക്ക് മുങ്ങിയതെന്നൊക്കെ പറയും. അപ്പോൾ SI ഇങ്ങനെ നീലിമയ്ക്കിട്ട് നോക്കുകയാണ്. അപ്പോൾ നീലിമ ഇങ്ങനെ കുനിഞ്ഞൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ പുറത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നതും കാണിക്കുന്നു. ഇവർ 3 പേരും സ്റ്റേഷനിൽ ഒരുമിച്ച് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.